Welcome all. Now we are going to discuss about some basic concepts about complex numbers. Okay. First, a complex number z is defined as a number of the form z equal to x plus iy, where x and y are real numbers and I is the imaginary unit root of -1. Okay. Complex number എന്ന് പറയുന്നത് z equal to x plus iy ഫോമിലുള്ള നമ്പേഴ്സിനെയാണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഐ എന്ന് പറയുന്ന ഇമാജിനറി നമ്പറാണ്, റൂട്ട് ഓഫ് -1 ആണ് അതിൻ്റെ വാല്യൂ. എക്സും വൈയും റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ റിയൽ നമ്പേഴ്സിൻ്റെ ചാപ്റ്റേഴ്സൊക്കെ കവർ ചെയ്തതാണ്. ഇനി കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കുറച്ച് ബേസും കൂടിയാണ് നമുക്ക് ഈ ഭാഗത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എക്സിനെ നമ്മൾ റിയൽ പാർട്ട് ഓഫ് സെഡ് എന്നും ഐൻ്റെ കൂടെ ഇരിക്കുന്ന വൈ എന്ന് പറയുന്ന റിയൽ നമ്പറിനെ ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് എന്നാണ് പറയുന്നത്. കാരണം ഐ എന്ന് പറയുന്നത് ഇമാജിനറി യൂണിറ്റ് ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ഇരിക്കുന്ന റിയൽ നമ്പറിനെ നമ്മൾ ഇമാജിനറി പാർട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ എന്നാണ് പറയുക. മറ്റത് എക്സിനെ നമ്മൾ റിയൽ പാർട്ട് ഓഫ് ദാറ്റ് കോംപ്ലക്സ് നമ്പർ എന്നാണ് പറയുക. കോംപ്ലക്സ് നമ്പേഴ്സ് സാധാരണ നമ്മൾ സെഡ് നൊട്ടേഷനാണ് യൂസ് ചെയ്യാറ് കേട്ടോ. ഇനി സെഡ് എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പർ ആണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എല്ലാ റിയൽ നമ്പേഴ്സും കോംപ്ലക്സ് നമ്പേഴ്സ് തന്നെയാണ്. അതാണ് താഴെ കാണിച്ചിട്ടുള്ളത്. z ഈക്വൾ ടു എക്സ് പ്ലസ് ഐ വൈ ഈസ് എ റിയൽ നമ്പർ വെൻ y ഈക്വൾ ടു 0. അതായത് ഐ എന്ന് പറയുന്ന ഇമാജിനറി യൂണിറ്റിൻ്റെ കൂടെ ഇരിക്കുന്ന y എന്ന് പറയുന്ന ഇമാജിനറി പാർട്ട് 0 ആണെങ്കിൽ സെഡിൻ്റെ ഫോം എന്ന് പറയുന്നത് എക്സ് മാത്രമായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു റിയൽ നമ്പർ മാത്രമാണ്. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് എല്ലാവരും റിയൽ നമ്പേഴ്സ് ആണെന്നല്ല, റിയൽ നമ്പേഴ്സ് എല്ലാവരും കോംപ്ലക്സ് നമ്പേഴ്സാണ്. ഓക്കെ, ഇനി എക്സ് എന്ന് പറയുന്ന ആളാണ് 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് z ഈക്വൽ ടു ഐ വൈ എന്നുള്ള രൂപമാണ് വരാം. ദാറ്റ് മീൻസ് z ഈസ് എ പ്യുവർ ഇമാജിനറി നമ്പർ. പ്യുവർ ഇമാജിനറി എന്ന് പറയുമ്പോൾ അതായത് റിയൽ പാർട്ട് 0 ആകുന്ന കോംപ്ലക്സ് നമ്പേഴ്സിനെയാണ് നമ്മൾ പ്യുവർ ഇമാജിനറി നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ അവിടെ കാണിച്ചിട്ടുണ്ട്. z ഈക്വൽ ടു 4 പ്ലസ് 3i. അതിൽ റിയൽ പാർട്ട് 4ഉം ഇമാജിനറി പാർട്ട് 3യുമാണ്. z ഈക്വൽ ടു 4 മൈനസ് 3i എന്ന് പറയുമ്പോൾ റിയൽ പാർട്ട് 4ഉം ഇമാജിനറി പാർട്ട് -3 ആണ് വരാം. ഓക്കെ, ഇവിടെ എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള രൂപത്തിൽ നമുക്ക് എക്സ് പ്ലസ് വൈ ഐ എന്ന് എഴുതിയാലും തെറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ആൻഡ് മൂന്നാമത്തെ എക്സാമ്പിളിൽ z ഈക്വൽ ടു -3i എഴുതിയിട്ടുണ്ട്. -3i എന്ന് പറയുമ്പോൾ അത് പ്യുവർലി ഇമാജിനറി ആണ്. അപ്പോൾ അവിടെ റിയൽ പാർട്ട് ഇല്ല, അതായത് റിയൽ പാർട്ട് 0 ആണ്, ഇമാജിനറി പാർട്ടായിട്ട് വരുന്നത് -3 ആണ്. z ഈക്വൽ ടു 4 എന്ന് മാത്രം എഴുതുകയാണെങ്കിൽ റിയൽ പാർട്ട് തന്നെയാണ് 4, ഇമാജിനറി പാർട്ട് അവിടെ ഇല്ല, 0 ആണ്. ഓക്കെ, ഇനി കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ആൾജിബ്രനെ കുറിച്ചാണ് പറയുന്നത്. അതായത് അവരുടെ സമ്മ്, ഡിഫറൻസ്, പ്രൊഡക്റ്റ്, കോഷ്യൻ്റ് എന്നീ കാര്യങ്ങൾ. ഓക്കെ, ആദ്യം നമ്മൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിനെ കൺസിഡർ ചെയ്യുന്നു, z1ഉം z2ഉം. അപ്പോൾ z1 എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് x1 പ്ലസ് ഐ വൈ1 ആണെന്ന് മനസ്സിലാക്കണം. z2 എന്ന് പറയുന്നത് x2 പ്ലസ് ഐ വൈ2. ഓക്കെ, ഇനി രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആവാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരുടെ റിയൽ പാർട്സും ഈക്വൽ ആണ് ആൻഡ് അവരുടെ ഇമാജിനറി പാർട്സും ഈക്വൽ ആണ്. ഇത് രണ്ടും ഈക്വൽ ആയാൽ മാത്രമാണ് ആ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തത് സമ്മ്. z1 z2 എന്ന് പറയുന്ന രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ നേരത്തെ കണ്ടു. അവരുടെ സം എന്ന് പറയുന്നത് എഗെയിൻ ഒരു കോംപ്ലക്സ് നമ്പർ തന്നെയായിരിക്കും. അതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് z1ൻ്റെ റിയൽ പാർട്ടും z2ൻ്റെ റിയൽ പാർട്ടും ആഡ് ചെയ്തതായിരിക്കും. അതുപോലെ അതിൻ്റെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് z1ൻ്റെ ഇമാജിനറി പാർട്ടും z2ൻ്റെ ഇമാജിനറി പാർട്ടും ആഡ് ചെയ്തായിരിക്കും. ദാറ്റ് ഈസ് z1 പ്ലസ് z2 എന്ന് പറയുന്നത് x1 പ്ലസ് x2 പ്ലസ് i ഇൻറ്റു y1 പ്ലസ് y2. ഇതുപോലെ തന്നെ ഡിഫറൻസും പറയാൻ പറ്റും. z1 മൈനസ് z2 എന്ന് പറയുന്നത് x1 മൈനസ് x2 പ്ലസ് i ഇൻറ്റു y1 മൈനസ് y2. ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ആൾജിബ്രയായിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ആൻഡ് ദെൻ പ്രോഡക്റ്റിൽ z1 ഇൻറ്റു z2 ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ടേംസ് എന്ന് പറയുന്നത് x1 x2 മൈനസ് y1 y2 പ്ലസ് ഐ ഇൻറ്റു x1 y2 പ്ലസ് x2 y1 എന്നാണ്. ഇതും നിങ്ങൾക്ക് സിമ്പിളായിട്ട് z1 ഇൻറ്റു z2 പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്നതാണ് കേട്ടോ. ഐ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് -1 ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഐ സ്ക്വയർ അത് -1 ആണ്. ഐയുടെ പവർ 4 എടുക്കുമ്പോഴാണ് നമുക്ക് 1ലേക്ക് എത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഐ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് -1 ആണ്. സോ ഐ സ്ക്വയർ ഈസ് ഈക്വൽ ടു -1. അപ്പോൾ ആ ഒരു കാര്യം മാത്രമേ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ജസ്റ്റ് ഡയറക്റ്റ് പ്രൊഡക്റ്റ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ഫോർമുലയിലേക്ക് ഡയറക്റ്റായിട്ട് തന്നെ എത്താനായിട്ട് പറ്റും. ആൻഡ് ദെൻ കോഷ്യൻറ്റ്.
Z1/Z2. ഇത് കുറച്ച് ലെങ്തിയാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, സിമ്പിളാണ്. Z1/Z2 ഈസ് ഡിഫൈൻഡ് ബൈ x1 x2 പ്ലസ് y1 y2 ഡിവൈഡഡ് ബൈ x2² പ്ലസ് y2². അതാണ് അതിൻ്റെ റിയൽ പാർട്ടായിട്ട് വരിക. പ്ലസ് i ഇൻറ്റു x2 y1 മൈനസ് x1 y2 ഡിവൈഡഡ് ബൈ x2² പ്ലസ് y2². അതാണ് അതിൻ്റെ ഇമാജിനറി പാർട്ടായിട്ട് വരിക. ഓക്കെ, ഇതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത് നമുക്ക് Z1/Z2 എന്ന് പറയുന്നത് അഗൈൻ ഒരു കോംപ്ലക്സ് നമ്പർ ആണെന്ന് അറിയാം. അപ്പോൾ അതിന് ജസ്റ്റ് Z എന്ന് കൊടുക്കുന്നു. Z എന്ന് പറഞ്ഞാൽ x പ്ലസ് iy. ഓക്കെ, എന്നിട്ട് ആ Z ആരാന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്, അത് സോൾവ് ചെയ്തിട്ട്. അപ്പോൾ Z1/Z2 ഈക്വൽ ടു Z ആണെങ്കിൽ നമുക്കത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ Z1 ഈസ് ഈക്വൽ ടു Z ഇൻറ്റു Z2 എന്ന് എഴുതാം. എന്നിട്ട് Z1-ന് x1 പ്ലസ് iy1 എന്ന് എഴുതുന്നു, Z-ന് x പ്ലസ് iy എന്ന് എഴുതുന്നു, Z2-ന് x2 പ്ലസ് iy2 എന്ന് എഴുതുന്നു. മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടുന്നു, ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം. അത് റിയൽ പാർട്സും ഇമാജിനറി പാർട്സും ഇക്വേറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് ആണ്. ആ രണ്ട് ഇക്വേഷൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ആരെയാണ്? Z-നെയാണ്. Z എന്ന് പറഞ്ഞാൽ ആരാണ്? x പ്ലസ് iy ആണ്. അപ്പോൾ എക്സിനെയും കണ്ടുപിടിക്കണം, വൈനെയും കണ്ടുപിടിക്കണം, എന്നാലാണ് Z-നെ കിട്ടുള്ളൂ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ്, ഇക്വേഷൻ 1ഉം 2ഉം എക്സും വൈയും കണ്ടുപിടിക്കാൻ വേണ്ടി സോൾവ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സോൾവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സോൾവിങ് ഫോർ വൈയും സോൾവിങ് ഫോർ എക്സും അവിടെ കാണിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് സ്യൂട്ടബിളി നമുക്ക് വേണ്ട ടേംസ് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ഒരേ ചില ടേംസ് ഇക്വേറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്തിട്ടൊക്കെ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, എങ്ങനെ വേണേൽ ചെയ്യാം. സോൾവിങ് ഫോർ എക്സ് ആൻഡ് വൈ വി ക്യാൻ ഒബ്റ്റെയിൻ ദ റിക്വയർഡ് റിസൾട്ട് ആസ് Z1/Z2 ഈസ് ഈക്വൽ ടു x1 x2 plus y1 y2 by x2² plus y2² plus i into x2 y1 minus x1 y2 by x2² plus y2². അപ്പോൾ ഇത്രയാണ് ഇവരുടെ ആൾജിബ്ര എന്ന് പറയുന്നത്, കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ആൾജിബ്ര. ഇനി സം ആൾജിബ്രായിക് പ്രോപ്പർട്ടീസ് ആണ്. ഇതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ലോസ് ആണ്. ഇതിൻ്റെ ഒന്നും പ്രൂഫ് ഞാനിവിടെ കൊടുത്തിട്ടില്ല, അതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. കമ്മ്യൂട്ടേറ്റീവ് ലോസിൽ പറയുന്നത് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ രണ്ടും കമ്മ്യൂട്ടേറ്റീവ് ആണെന്നാണ്. അതായത് Z1 പ്ലസ് Z2 ഈക്വൽ ടു Z2 പ്ലസ് Z1 ആണ്. അതുപോലെ Z1 Z2 ഈസ് ഈക്വൽ ടു Z2 Z1 ആണ്. ഇനി അസോസിയേറ്റീവ് ലോസും അതുപോലെ വരുന്നുണ്ട്, അഡീഷനിലും മൾട്ടിപ്ലിക്കേഷനിലും. ആൻഡ് ദെൻ ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ് അതുമുണ്ട്, രണ്ട് സൈഡിൽ നിന്നുണ്ട്, ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ് ഉണ്ട്. പിന്നെ നാലാമത് വരുന്നത് എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡൻറ്റിറ്റിയും എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയാണ്. അതായത് ഏതൊരു കോംപ്ലക്സ് നമ്പറിൻ്റെ കൂടെ 0 ആഡ് ചെയ്താലും നമുക്ക് ആ നമ്പർ തന്നെ കിട്ടും. അതാണ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആയിട്ട് 0 വരുന്നു എന്ന് പറയുന്നത്. ഇനി ഏതൊരു കോംപ്ലക്സ് നമ്പറിൻ്റെ കൂടെ 1 മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ആ നമ്പർ തന്നെ കിട്ടും. ദാറ്റ് മീൻസ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയാണ് 1. ഈ 1ഉം ഈ 0യും കോംപ്ലക്സ് നമ്പർ ആയിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ കണക്കാക്കുന്നത് കേട്ടോ. അതാണ് 0 ഈസ് ഈക്വൽ ടു 0 പ്ലസ് 0i എന്ന് എഴുതിയിട്ടുള്ളത്. അതുപോലെ 1 ഈക്വൽ ടു 1 പ്ലസ് 0i. ഇനി അഞ്ചാമത്തെ എക്സിസ്റ്റൻസ് ഓഫ് അഡിക്റ്റീവ് ഇൻവേഴ്സ് ആണ്. അതായത് ഏതൊരു കോംപ്ലക്സ് നമ്പർ Z x പ്ലസ് iy എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് യുണീക്കായിട്ട് ഒരു -z എക്സിസ്റ്റ് ചെയ്യും. -z എന്ന് പറഞ്ഞാൽ -x പ്ലസ് i ഇൻറ്റു -y എക്സിസ്റ്റ് ചെയ്യും. സച്ച് ദാറ്റ് ഇവർ രണ്ടുപേരും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡിറ്റീവ് ഐഡൻറ്റിറ്റിനെ കിട്ടും, അതായത് 0നെ കിട്ടും. ദാറ്റ് ഈസ് Z പ്ലസ് -z ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എല്ലാ Z-നും -z-ഉം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ കോംപ്ലക്സ് നമ്പേഴ്സിനും അവരുടെ നെഗറ്റീവ് ആയിട്ടുള്ള കോംപ്ലക്സ് നമ്പേഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് യുണീക്കാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ അഡിക്റ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്, -z-ന്. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിൻ്റെ ഉണ്ട്, അതാണ് ആറാമത്തെ വരുന്നത്. പക്ഷേ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എല്ലാ കോംപ്ലക്സ് നമ്പേഴ്സിനും ഇല്ല. അതായത് 0 അല്ലാത്ത എല്ലാ കോംപ്ലക്സ് നമ്പേഴ്സിനും മാത്രമാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് വരുന്നുള്ളൂ. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഫോർ ഈച്ച് നോൺ സീറോ Z ഈക്വൽ ടു x പ്ലസ് iy ദർ എക്സിസ് Z ഇൻവേഴ്സ്. Z ഇൻവേഴ്സ് എന്ന് പറയുന്നത് ആരാന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. x/x² പ്ലസ് y² മൈനസ് i ഇൻറ്റു y/x² പ്ലസ് y². അപ്പോൾ അതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് x/x² പ്ലസ് y²ഉം ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് -y/x² പ്ലസ് y²ഉമാണ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഈ Z ഇൻവേഴ്സിനെയാണ് നമ്മൾ Z-ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ആയിട്ടുള്ള 1നെ കിട്ടും. ദാറ്റ് ഈസ് Z ഇൻറ്റു Z ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. Z ഇൻറ്റു Z ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ എല്ലാ നോൺ സീറോ ആയിട്ടുള്ള Z-നും ഇതുപോലെ Z ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ആ Z ഇൻവേഴ്സും യുണീക്ക് ആയിരിക്കും.
ഓക്കെ, ഇതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് സെഡ് എന്ന് പറയുന്നത്. എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നതാണ് ഈ ആറാമത്തെ പ്രോപ്പർട്ടി. ഓക്കെ, ഇത്രയാണ് അൾജിബ്രായിക് പ്രോപ്പർട്ടീസിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ ഒരു ആറാമത്തെ ഒരു കാര്യം കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ടാണ് Z1 ഇൻറ്റു Z2 0 ഇംപ്ലൈസ് Z1 ഈക്വൽ ടു 0 ഓർ Z2 ഈക്വൽ ടു 0. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 0 കിട്ടി എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആരെങ്കിലും ഒരാൾ 0 ആയിട്ടുണ്ട് എന്നാണ്. അതായത് Z1 Z2 ആരെങ്കിലും ഒരാൾ 0 ആവാതെ അവരുടെ പ്രൊഡക്റ്റ് 0ലേക്ക് പോകാനായിട്ട് പറ്റില്ല എന്നുള്ളത്. ഓക്കെ, അതിന് എങ്ങനെ പ്രൂഫ് കൊടുക്കാമെന്ന് വെച്ചാൽ രണ്ട് സൈഡ് നമുക്ക് Z2ൻ്റെ ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് Z1 ഈസ് ഈക്വൽ ടു Z2 ഇൻവേഴ്സിന് കിട്ടും. Z1 Z2 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ Z1 Z2 Z2 ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 0 ഇൻറ്റു Z2 ഇൻവേഴ്സ് എന്ന് വരും. ദാറ്റ് ഈസ് Z1 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, അതായത് ആരെങ്കിലും ഒരാൾ Z1 നോൺ 0 ആണെങ്കിൽ Z2 0 ആയിരിക്കും, Z2 നോൺ 0 ആണെങ്കിൽ Z1 0 ആയിരിക്കും. അപ്പോൾ അത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണോ എന്നുള്ളതുകൊണ്ട് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ജോമെട്രിക് റെപ്രസെൻറ്റേഷനാണ്. നമ്മൾ സാധാരണ റിയൽ ലൈൻ വരയ്ക്കാറുണ്ട്. റിയൽ ലൈനിൽ നമ്മൾ റിയൽ ആക്സിസ് മാത്രമാണ് കാണിക്കാറുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് R2 വരയ്ക്കുന്നത് പോലെയാണ് നമ്മൾ കോംപ്ലക്സ് പ്ലെയിനെ വരയ്ക്കാറ്. അതായത് എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കും. അതിൽ എക്സ് ആക്സിസിനെ നമ്മൾ റിയൽ ആക്സിസ് എന്ന് പറയും, വൈ ആക്സിസിനെ ഇമാജിനറി ആക്സിസ് എന്ന് പറയും. എന്നിട്ട് ഒരു കോംപ്ലക്സ് നമ്പർ സെഡിനെ, സെഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? എക്സ് പ്ലസ് ഐ വൈ ആണ്. അപ്പോൾ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് ആയിട്ട് നമ്മൾ റിയൽ പാർട്ടിനെ എടുക്കും, അതായത് എക്സിനെ എടുക്കും. വൈ കോർഡിനേറ്റ് ആയിട്ട് അതിൻ്റെ ഇമാജിനറി പാർട്ടിനെ എടുക്കും, വൈനെ എടുക്കും. അപ്പോൾ എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്താൽ നമുക്ക് ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും ഈ പറഞ്ഞ കോംപ്ലക്സ് പ്ലെയിനിൽ നമുക്ക് പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് അവിടെ ഒരു ബ്രൗൺ കളറിൽ ഞാനൊരു ഡോട്ടായിട്ട് അവിടെ വരച്ചിട്ടുണ്ട്, എക്സ് കോമ വൈ എന്ന് പറയുന്ന പോയിൻറ്റ്. ആ പോയിൻറ്റിലേക്ക് ഒറിജിനിൽ നിന്ന് ഒരു ആരോ ആയിട്ട് ഞാൻ വരച്ചിട്ടുണ്ട്. അതിന് സൈഡിലാണ് എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്നത് ആ ഒരു വെക്റ്ററാണ് എന്നുള്ളൊരു റെപ്രസെൻറ്റേഷനാണ് അവിടെ, വെക്റ്ററായിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ അതിൽ ആ ബ്രൗൺ കളറിൽ കാണുന്ന ഡോട്ടാണ്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സമ്മും ഡിഫറൻസും നമുക്ക് ജോമെട്രിക്കലി തന്നെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് രണ്ടും കൂടെ ഒരു പിക്ചറിലാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ ബ്ലാക്ക് കളറിൽ രണ്ട് ആരോസ്, രണ്ട് വെക്ടേഴ്സ് ഞാൻ വരച്ചിട്ടുണ്ട്. അതിലൊന്ന് Z1ഉം അടുത്തത് Z2 ആണ്. അങ്ങനെയാണെങ്കിൽ Z1 പ്ലസ് Z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ അല്ലെങ്കിൽ എന്ന് പറയുന്ന വെക്റ്റർ, അതാണ് ലൈറ്റ് ബ്ലൂ കളറിൽ അവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ വെക്റ്റർ എന്ന് പറയുന്നത് അവിടെ കളറിൽ ലൈറ്റ് ബ്ലൂ കളറിലുണ്ട്. ആ വെക്റ്ററിൻ്റെ അറ്റത്ത് നിൽക്കുന്ന പോയിൻ്റാണ് നമ്മുടെ Z1 പ്ലസ് Z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ പാരലോഗ്രാം ലോ യൂസ് ചെയ്തിട്ടാണ്. അത് നമുക്ക് Z1 എന്ന് പറയുന്നൊരു വെക്റ്ററുണ്ട്, Z2 എന്ന് പറയുന്നൊരു വെക്റ്ററുണ്ട്. അപ്പോൾ Z2 എന്ന് പറയുന്ന വെക്റ്ററിനോട് പാരലായിട്ടാണ് Z1ൻ്റെ ആരോൻ്റെ മുകളിൽ നിന്ന് ഒരു ലൈറ്റ് ആരോസായിട്ട് ഞാൻ അവിടെ ബ്ലാക്ക് കളറിൽ തന്നെ ലൈറ്റായിട്ടുള്ള ആരോസായിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റൂൾ വെച്ചിട്ടാണ് നമുക്കിത് Z1 പ്ലസ് Z2 എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഓക്കെ, അതേപോലെ Z2ൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരച്ചു കഴിഞ്ഞാൽ അത് -Z2 ആണ്. ആ -Z2നെ Z1ൻ്റെ അറ്റത്ത് കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ ജസ്റ്റ് അത് ആ ഒരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡിൽ അവിടെ കാണിച്ചിട്ടുണ്ട്. അത് രണ്ടും കൂടെ നോക്കിക്കഴിയുമ്പോൾ വീണ്ടും പാരലോഗ്രാം ലോ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ആഡ് ചെയ്യണം. അതായത് Z1ഉം -Z2ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് Z1 -Z2 എന്ന് പറയുന്ന ആരോ അല്ലെങ്കിൽ ആ ഒരു കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ Z1 Z2 എന്ന് പറയുന്ന രണ്ട് കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ Z1 പ്ലസ് Z2 നമുക്കിതുപോലെ വെക്ടറായിട്ട് കാണിക്കാനും പറ്റും. അതുപോലെ തന്നെ Z1 -Z2 വെക്ടറായിട്ട് കാണിക്കാനായിട്ട് പറ്റും. അപ്പോൾ രണ്ട് സമ്മിനെയും ഡിഫറൻസിനെയും നമുക്കിതുപോലെ ജോമെട്രിക്കലി ഇൻ്റർപ്രറ്റ് ചെയ്യാം എന്ന് കാണിക്കാനാണ് ഈ പിക്ചർ. ആൻഡ് ദെൻ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ്സ്. എല്ലാ കോംപ്ലക്സ് നമ്പേഴ്സിനും കോഞ്ചുഗേറ്റ്സ് ഉണ്ട്.
ഓക്കെ, അപ്പോൾ z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് z ബാർ എന്നാണ് നൊട്ടേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് ഐ വൈ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കോൺജുഗേറ്റ് എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാജിനറി പാർട്ടിന് ഒരു നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുന്നു. ഇതാണ് നമ്മൾ കോൺജുഗേറ്റ് എഴുതാനായിട്ട് ചെയ്യുന്നത്. അതായത് റിയൽ പാർട്ട് എക്സ് നമ്മൾ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യും. y എന്ന് പറയുന്ന ഇമാജിനറി പാർട്ടിനെ മൈനസ് വൈ കൊണ്ട് റീപ്ലേസ് ചെയ്തിട്ടാണ് കോൺജുഗേറ്റ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ അവിടെ കാണിച്ചിട്ടുണ്ട്. 3 + 4i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് 3 - 4i ആണ്. ഓക്കെ, ആൻഡ് ദെൻ അടുത്തത് -3 - 4i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറാണ്. അതിൽ z ബാർ എഴുതുമ്പോൾ -3 + 4i എന്നാണ് വരാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ -3 റിയൽ പാർട്ടാണ്, അതിൽ നമ്മളൊന്നും ചെയ്യരുത്. -4i എന്ന് പറയുന്ന ഇമാജിനറി പാർട്ടിനെയാണ് നമ്മൾ +4i ആക്കിയിട്ട് എഴുതേണ്ടത്. ഇതിൻ്റെയും ജോമെട്രിക്കലായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ അവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്ന പോയിന്റിനെ കാണിച്ചിട്ടുണ്ട്. അതിൽ റിയൽ പാർട്ടിന് അങ്ങനെ തന്നെ നിർത്തുന്നു, ഇമാജിനറി പാർട്ടിന് മാത്രം മൈനസ് കൊടുക്കുന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ z ബാർ എന്ന് പറയുന്ന പോയിന്റ് വരിക നേരെ താഴെയായിരിക്കും. അതായത് എക്സ് ആക്സിസിൽ വെച്ചിട്ടുള്ള റിഫ്ലക്ഷൻ ആയിട്ടാണ് നമുക്ക് z ബാറിനെ കാണാനായിട്ട് പറ്റുക. ഓക്കെ, ഇനി z ബാറിൻ്റെ അതായത് കോംപ്ലക്സ് കോൺജുഗേറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസാണ് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത്. 1 2 3 4 5 6 പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് z + z ബാർ ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് z ആയിരിക്കും. ആൻഡ് z - z ബാർ ബൈ 2y ഈക്വൽ ടു ഇമാജിനറി പാർട്ട് ഓഫ് z ആയിരിക്കും. സെക്കൻഡ് വൺ z ബാർ ഹോൾ ബാർ ഈക്വൽ ടു z ആയിരിക്കും. And then third one, z1 + z2 whole bar is equal to z1 bar plus z2 bar. z1 minus z2 whole bar is equal to z1 bar minus z2 bar. And then z1 z2 whole bar is equal to z1 bar into z2 bar. z1 by z2 whole bar is equal to z1 bar divided by z2 bar. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്. അതിൽ പ്രൂഫ് നോക്കാം. ഫസ്റ്റ് വേണ്ട പ്രൂഫ്, ആദ്യം നമ്മൾ z എടുക്കുന്നു എക്സ് പ്ലസ് ഐ വൈ ആയിട്ട്. അങ്ങനെയാണെങ്കിൽ z ബാർ എന്ന് പറയുന്നത് എക്സ് മൈനസ് ഐ വൈ ആയിരിക്കും. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x എന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ദാറ്റ് മീൻസ് z + z ബാർ ബൈ 2 എന്ന് പറയുന്നത് x ആണ്. x എന്ന് പറഞ്ഞാൽ z-ൻ്റെ റിയൽ പാർട്ടാണ്. ദാറ്റ് ഈസ് റിയൽ പാർട്ട് ഓഫ് z. ഓക്കെ, ഇത്രയാണ് ആദ്യത്തെ. ഇതുപോലെ തന്നെ z - z ബാർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2iy എന്നായിരിക്കും. അപ്പോൾ നമുക്ക് z - z ബാർ ബൈ 2i ചെയ്ത് കഴിയുമ്പോൾ y കിട്ടും. y എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ട് ഓഫ് z ആണ്. സിമ്പിൾ പ്രൂഫ്സ് ആണ് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. സോ ട്രൈ ടു പ്രൂവ് ദ അതേഴ്സ്. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. കോംപ്ലക്സ് നമ്പറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് മോഡുലസ് എന്ന് പറയുന്നത്. ഈ മോഡുലസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ കോംപ്ലക്സ് നമ്പർ നമ്മൾ R2 കാണിച്ചു അല്ലേ. കോംപ്ലക്സ് നമ്പർ നമ്മുടെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ 0 ഒറിജിനുമായിട്ടുള്ള ദൂരം, ആ ദൂരത്തിനെയാണ് നമ്മൾ ആ കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ മോഡ് z എന്ന് പറയുന്നത് √(x² + y² ആണ്. അതായത് xy എന്ന് പറയുന്ന പോയിൻറ്റും 0 എന്ന് പറയുന്ന പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് തന്നെയാണല്ലോ √(x² + y² എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറാണ്. അതാണ് ഇവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മോഡുലസ് എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറാണ്. കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറാണ്. ഓക്കെ, ജോമെട്രിക്കലി മോഡ് z ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ് z ഈക്വൽ ടു xy ആൻഡ് ദ ഒറിജിൻ 0. ഇനി മോഡുലസ് ഓഫ് z1 - z2 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറും z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, മോഡുലസ് ഓഫ് z1 - z2 എന്ന് പറഞ്ഞാൽ z1ഉം z2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി മോഡ് z1 ഗ്രേറ്റർ ദാൻ മോഡ് z2 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് z1ൻ്റെ മോഡുലസ് z2ൻ്റെ മോഡുലസിനേക്കാൾ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒറിജിനിൽ നിന്നുള്ള ദൂരം നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൂടുതൽ z1-നായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒറിജിനിൽ നിന്ന് z1-ലേക്കുള്ള ദൂരവും ഒറിജിനിൽ നിന്ന് z2-ലേക്കുള്ള ദൂരവും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനിൽ നിന്ന് z1-ലേക്കുള്ള ദൂരമാണ് കൂടുതൽ എന്നാണ് ഇതിൻ്റെ അർത്ഥം. മോഡ് z1 ഗ്രേറ്റർ ദാൻ മോഡ് z2 എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി z1 ഗ്രേറ്റർ ദാൻ z2 എന്ന് പറഞ്ഞാലും z1 ലെസ് ദാൻ z2 എന്ന് പറഞ്ഞാലും
ഇത് രണ്ടും മീനിങ്ലെസ് ആണ്. എപ്പോൾ Z1ഉം Z2ഉം കോംപ്ലക്സ് നമ്പേഴ്സ് ആണെങ്കിൽ. ഓക്കെ, അതായത് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. വലുത് ചെറുത് എന്ന് പറഞ്ഞ കമ്പാരിസൺ കോംപ്ലക്സ് നമ്പേഴ്സിൽ സാധിക്കില്ല. ഓക്കെ, അൺലെസ് Z1 ആൻഡ് Z2 ആർ ബോത്ത് റിയൽ. Z1ഉം Z2ഉം കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്, അപ്പോൾ അവർ റിയൽ നമ്പേഴ്സ് ആവാനുള്ള സാധ്യതയുമുണ്ട്. റിയൽ നമ്പേഴ്സിൽ മാത്രമാണ് ഇങ്ങനെ വലിപ്പം ചെറുപ്പം നമുക്ക് കാണിക്കാനായിട്ട് പറ്റുള്ളൂ. കോംപ്ലക്സ് നമ്പേഴ്സിൽ ഒരാൾ വലുത് ഒരാൾ ചെറുത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ അവരുടെ മോഡുലസിൽ നമുക്കത് പറയാൻ പറ്റും. പക്ഷേ കോംപ്ലക്സ് നമ്പേഴ്സിൽ ഒരാൾ ഗ്രേറ്റർ ഒരാൾ ലെസ് എന്ന് പറയാനായിട്ട് പറ്റില്ല. അത് മീനിങ്ലെസ് ആണ്. ഓക്കെ, ഇനി അടുത്ത പറഞ്ഞത് ഓരോ കോംപ്ലക്സ് നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടും 3 റിയൽ നമ്പേഴ്സ് എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതായത് Z എന്ന് പറയുന്നൊരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിന് അസോസിയേറ്റ് ചെയ്തിട്ട് 3 റിയൽ നമ്പേഴ്സ് ഉണ്ടെന്ന്. അതായത് ഒന്ന് റിയൽ പാർട്ട് ഓഫ് Z, അത് റിയലാണ്. ആൻഡ് ദെൻ ഇമാജിനറി പാർട്ട് ഓഫ് Z, അതും റിയലാണ്. ആൻഡ് ദെൻ മോഡ് Z നമ്മളിപ്പോൾ കണ്ടു, അതും റിയലാണ്. അപ്പോൾ ഈ 3 റിയൽ നമ്പേഴ്സും Z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ മാത്രം അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഇവർ 3 പേര് തമ്മിൽ ഒരു റിലേഷനും കൂടിയുണ്ട്. അതാണ് റിയൽ പാർട്ട് ഓഫ് Z സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് ഓഫ് Z സ്ക്വയർ ഈസ് ഈക്വൽ ടു മോഡ് Z സ്ക്വയർ. അതായത് നമ്മൾ കണ്ടു മോഡ് Z എന്ന് പറഞ്ഞാൽ ആരാണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ മോഡ് Z സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കിട്ടും. ആ എക്സ് എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് ഓഫ് Z ആണ്, വൈ എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ട് ഓഫ് Z ആണ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ആൻഡ് ദെൻ അടുത്ത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു റിലേഷനാണ് മോഡ് Z ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് റിയൽ പാർട്ട് ഓഫ് Z and is greater than or equal to real part of Z. Okay, and modulus of Z is greater than or equal to modulus of imaginary part of Z and is greater than or equal to imaginary part of Z. ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ റിലേഷൻ എന്ന് എഴുതാൻ പറ്റുന്ന ഇനീക്വാളിറ്റീസ് ആണ്. ആൻഡ് ദെൻ മോഡ് Z നമുക്ക് റൂട്ട് ഓഫ് Z ഇൻറ്റു Z ബാർ എന്ന് എഴുതാം. ആ റൂട്ട് എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് ആയിട്ടുള്ള സ്ക്വയർ റൂട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമുക്ക് മോഡ് Z സ്ക്വയർ ഈക്വൽ ടു Z ഇൻറ്റു Z ബാർ എന്നും എഴുതാം. ഓക്കെ, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. Z ഇൻറ്റു Z ബാർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് മോഡ് Z ആയിരിക്കും, അല്ല മോഡ് Z സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മോഡുലസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഒരു എക്സാമ്പിളും കൂടെ ഉണ്ട്. Z ഈക്വൽ ടു 3 + 4i ആണെങ്കിൽ വാട്ട് ഈസ് മോഡ് Z? മോഡ് Z ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 square plus 4 square, that is 5. And Z is equal to -3 - 4i ആണെങ്കിൽ mod Z is equal to root of -3 square plus -4 square, that is again 5. Okay. Now we have some properties. 1, 2, 3, 4, 5, 6 properties. First one, modulus of Z bar is equal to modulus of Z, and second one, modulus of Z1 Z2 is equal to modulus of Z1 into modulus of Z2. Third one, modulus of Z1 by Z2 is equal to mod Z1 by mod Z2. Fourth one, modulus of Z1 plus Z2 is less than or equal to mod Z1 plus mod Z2, which is called the triangle inequality. Very, very important. And fifth one is modulus of Z1 plus Z2 is greater than or equal to modulus of mod Z1 minus mod Z2. Sixth one, modulus of Z1 minus Z2 is greater than or equal to modulus of mod Z1 minus mod Z2. Now we will take a look at the proof. First one is നമ്മൾ ജസ്റ്റ് Z equal to x plus iy എന്ന് എഴുതുന്നു. ദെൻ മോഡ് Z എന്ന് പറയുന്നത് എന്തായിരിക്കും? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. Z എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ Z ബാർ എന്ന് പറയുന്നത് എക്സ് മൈനസ് ഐ വൈ ആണ്. അപ്പോൾ അതിൻ്റെ മോഡലസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് മൈനസ് വൈ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടി. ദാറ്റ് ഈസ് മോഡലസ് ഓഫ് Z ബാർ ഈസ് ഈക്വൽ ടു മോഡ് Z. ഇതാണ് ഫസ്റ്റിൻ്റെ പ്രൂഫ്. സെക്കൻഡിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് മോഡുലസ് ഓഫ് Z1 Z2 ഈസ് ഈക്വൽ ടു മോഡ് Z1 ഇൻറ്റു മോഡ് Z2 എന്നാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്ക്വയർ ചെയ്തിട്ട് തുടങ്ങുകയാണ്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ മോഡുലസ് ഓഫ് Z1 Z2 സ്ക്വയറിന് നമുക്ക് Z1 Z2 ഇൻറ്റു Z1 Z2 ബാർ എന്ന് എഴുതാം. കാരണം നമുക്ക് ഒരു റിലേഷൻ അറിയാം. മോഡ് Z സ്ക്വയർ എന്ന് പറയുന്നത് Z ഇൻറ്റു Z ബാർ ആണ്. അപ്പം Z-ൻ്റെ സ്ഥാനത്ത് Z1 ഇൻറ്റു Z2 വെച്ചിട്ട് നമുക്ക് എഴുതി കഴിയുമ്പോൾ എന്ത് കിട്ടും? മോഡുലസ് ഓഫ് Z1 Z2 സ്ക്വയർ ഈക്വൽ ടു
Z1 Z2 ഇൻറ്റു Z1 Z2 ബാർ എന്ന് എഴുതാം. ഇനി കോഞ്ചുഗേറ്റിൻ്റെ പ്രോപ്പർട്ടീസ് പ്രകാരം Z1 Z2 ബാറിനെ നമുക്ക് Z1 ബാർ ഇൻറ്റു Z2 ബാർ എന്ന് എഴുതാം. ഓക്കെ, പിന്നെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് Z1 Z1 ബാർ ഇൻറ്റു Z2 Z2 ബാർ എന്ന് എഴുതാം. ഓക്കെ, എഗെയിൻ Z1 ബാർ എന്ന് പറയുന്നത് മോഡ് Z1 സ്ക്വയർ ആയിട്ടും Z2 Z2 ബാർ എന്ന് പറയുന്നത് മോഡ് Z2 സ്ക്വയർ ആയിട്ടും റീപ്ലേസ് ചെയ്ത് എഴുതാം. അങ്ങനെയാണെങ്കിൽ ടേക്കിംഗ് സ്ക്വയർ റൂട്ട്സ് ഓൺ ബോത്ത് സൈഡ്സ് വി ക്യാൻ ഒബ്റ്റെയിൻ മോഡ് Z1 Z2 ഈസ് ഈക്വൽ ടു മോഡ് Z1 ഇൻറ്റു മോഡ് Z2. ഇതേപോലെ തന്നെ നമുക്ക് മൂന്നാമത്തെ പ്രൂഫ് എഴുതാൻ പറ്റും. അതായത് മോഡ് Z1 ബൈ Z2 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു Z1 ബൈ Z2 ഇൻറ്റു Z1 ബൈ Z2 ഹോൾ ബാർ എന്ന് എഴുതാം. അതിൽ കോഞ്ചുഗേറ്റിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് Z1 ഇൻറ്റു Z1 ബാർ ഡിവൈഡഡ് ബൈ Z2 ഇൻറ്റു Z2 ബാർ എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് മോഡ് Z1 സ്ക്വയർ ബൈ മോഡ് Z2 സ്ക്വയർ. ടേക്കിംഗ് സ്ക്വയർ റൂട്ട്സ് ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ് ദ റിക്വയർഡ് റിസൾട്ട്. ആൻഡ് ഫോർത്ത് വൺ നമ്മുടെ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇനീക്വാലിറ്റി ആണ്. അതിൻ്റെ പ്രൂഫ് നോക്കാം. ഇതും നമ്മൾ സ്ക്വയർ വെച്ചിട്ട് തന്നെ തുടങ്ങുന്നത്. മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 സ്ക്വയർ എന്ന് തുടങ്ങുന്നു. അതിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ Z1 പ്ലസ് Z2 ഇൻറ്റു Z1 പ്ലസ് Z2 ബാർ ആയിട്ട് എഴുതാൻ പറ്റും. കോഞ്ചുഗേറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ Z1 പ്ലസ് Z2 ബാറിനെ Z1 ബാർ പ്ലസ് Z2 ബാർ എന്ന് റീപ്ലേസ് ചെയ്യാം. എന്നിട്ട് ടേം ബൈ ടേം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു. അങ്ങനെ എഴുതുമ്പോൾ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് Z1 ബാർ ആണ്, അത് മോഡ് Z1 സ്ക്വയർ ആണ്. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് Z2 ബാർ ആണ്, അത് മോഡ് Z2 സ്ക്വയർ ആണ്. ഓക്കെ, ഇനി നടുവിൽ കിടക്കുന്ന രണ്ട് ടേംസ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത് കിടക്കുന്ന ടേം Z1 Z2 ബാർ, മൂന്നാമത് കിടക്കുന്ന ടേം Z2 Z1 ബാർ ആണ്. അതെന്ന് പറയുന്നത് Z1 Z2 ബാറിൻ്റെ ബാറാണ്. ഓക്കെ, Z1 Z2 ബാർ എന്ന് പറഞ്ഞാൽ ആരാണ്? Z1 ബാർ Z2 എന്നാണ്. ഓക്കെ, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് അങ്ങനെ എഴുതിയാലും ഇങ്ങനെ തിരിച്ച് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ രണ്ടാമതും മൂന്നാമതും ഇടയിൽ കിടക്കുന്ന ആൾക്കാർ ഒരാളുടെ കോഞ്ചുഗേറ്റ് ആണ് മറ്റേ ആൾ, അത്രയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കോംപ്ലക്സ് നമ്പറും അതിൻ്റെ കോഞ്ചുഗേറ്റും ആണ് ഇടയിൽ കിടക്കുന്നത്. അപ്പോൾ Z പ്ലസ് Z ബാർ എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. അത് എന്തിനോട് ഈക്വൽ ആണ്? Z പ്ലസ് Z ബാർ ബൈ 2 എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് ഓഫ് Z ആണ്. അപ്പോൾ Z പ്ലസ് Z ബാർ എന്ന് പറഞ്ഞാൽ ട്വൈസ് റിയൽ പാർട്ട് ഓഫ് Z ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ Z-ൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് Z1 Z2 ബാർ ആണെന്ന് മാത്രം. അപ്പോൾ അത് വെച്ച് നമ്മളിവിടെ എഴുതി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇടയിൽ കിടക്കുന്ന രണ്ട് ടേംസിന് പകരം 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് Z1 ഇൻറ്റു Z2 ബാർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ വേറൊരു റിസൾട്ടും കൂടി ഉണ്ട്. റിയൽ പാർട്ട് ഓഫ് Z ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z എന്ന്. അപ്പോൾ ആ ഒരു റിലേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സെൻറ്ററിൽ കിടക്കുന്ന ടേമിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഇൻറ്റു മോഡുലസ് ഓഫ് Z1 Z2 ബാർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ബാക്കിയുള്ള ടേംസൊക്കെ അതേപോലെ തന്നെ. എന്നിട്ട് മോഡുലസിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. മോഡ് Z1 ഇൻറ്റു മോഡ് Z2 ബാർ എന്നാക്കുന്നു. പക്ഷേ മോഡ് Z2 ബാർ എന്ന് പറയുന്നത് എന്തിനോട് തന്നെ ഈക്വലാണ്? മോഡ് Z2നോട് തന്നെ ഈക്വലാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റൈറ്റ് സൈഡിൽ മോഡ് Z1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മോഡ് Z1 ഇൻറ്റു മോഡ് Z2 പ്ലസ് മോഡ് Z2 സ്ക്വയർ എന്ന് കിട്ടി. ഇതെന്ന് പറഞ്ഞാൽ മോഡ് Z1 പ്ലസ് മോഡ് Z2ൻ്റെ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റിൽ നമുക്ക് കിടക്കുന്നത് മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 സ്ക്വയർ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇടയിൽ ഒരു ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നിട്ടുണ്ട്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 പ്ലസ് മോഡുലസ് ഓഫ് Z2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ടേക്കിംഗ് സ്ക്വയർ റൂട്ട്സ് ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ് ദ റിക്വയർഡ് ട്രയാങ്കിൾ ഇനിക്വാലിറ്റി. മോഡ് Z1 പ്ലസ് Z2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z1 പ്ലസ് മോഡ് Z2. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ. ഇവിടെ നമ്മൾ മോഡ് Z1 എന്ന് തുടങ്ങുന്നു. മോഡ് Z1ൽ Z2നെ ആഡ് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു. എന്നിട്ട് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി യൂസ് ചെയ്തിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z1 പ്ലസ് Z2 പ്ലസ് മോഡ് മൈനസ് Z2 എന്ന് വരും. മോഡ് മൈനസ് Z2 എന്ന് പറഞ്ഞാൽ അത് മോഡുലസ് ഓഫ് -1 ഇൻറ്റു മോഡുലസ് ഓഫ് Z2 ആണ്, ദാറ്റ് ഈസ് മോഡ് Z2. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മോഡുലസ് ഓഫ് Z1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z1 പ്ലസ് Z2 പ്ലസ് മോഡ് Z2 എന്ന് വരും. അതിൽ മോഡ് Z2നെ ലെഫ്റ്റിലേക്ക് എടുത്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z1 മൈനസ് മോഡ് Z2. ഇനി മോഡ് Z1 പ്ലസ് Z2നെ നമുക്ക് മോഡ് Z2 പ്ലസ് Z1 എന്ന് എഴുതിയാലും ഈക്വൽ തന്നെയാണ്. അപ്പോൾ ഇതേ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ വീണ്ടും മോഡ് Z2 പ്ലസ് Z1ൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z2 മൈനസ് മോഡ് Z1 എന്ന് കിട്ടും. ഓക്കെ, ഇനി റൈറ്റ് സൈഡിൽ നിന്ന് ഒരു മൈനസ് പുറത്തെടുത്ത് എഴുതാണ്.
അതാണ് ഇക്വേഷൻ നമ്പർ 2. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് ഓഫ് മോഡ് Z1 മൈനസ് മോഡ് Z2 എന്ന് കിട്ടും. ഇക്വേഷൻ 1ഉം 2ഉം കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് മോഡ് Z1 മൈനസ് മോഡ് Z2. ആൻഡ് ദ ലാസ്റ്റ് വൺ, മോഡുലസ് ഓഫ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതിൽ നമ്മൾ സ്ക്വയർ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതായത് മോഡുലസ് ഓഫ് Z1 മൈനസ് Z2 സ്ക്വയർ എന്ന് തുടങ്ങുന്നു. സെറ്റ് Z ബാർ എന്നുള്ള ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്കതിനെ Z1 മൈനസ് Z2 ഇൻറ്റു Z1 മൈനസ് Z2 ബാർ എന്ന് എഴുതുന്നു. കോഞ്ചുഗേറ്റിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് അത് സ്പ്ലിറ്റ് ചെയ്ത് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് 4 ടേംസ് ആക്കുന്നു. അതിൽ നടുവിൽ കിടക്കുന്ന 2 ടേംസിൽ നിന്ന് മൈനസ് പുറത്തേക്ക് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ആദ്യത്തെ കോംപ്ലക്സ് നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് ആണ് രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പർ. അങ്ങനെ നോക്കുമ്പോൾ ആ ട്രയാങ്കിൾ ഇനീക്വാളിറ്റിയിൽ നമ്മൾ പ്രൂവ് ചെയ്ത അതേപോലെ തന്നെ നമുക്കറിയാം റിയൽ പാർട്ട് ഓഫ് Z ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z എന്ന്. അപ്പോൾ രണ്ട് സൈഡ് മൈനസ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ഓഫ് റിയൽ പാർട്ട് ഓഫ് Z ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് ഓഫ് മോഡ് Z എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ലെസ് എന്നല്ല വരാം, ഗ്രേറ്റർ എന്നാണ് ഇവിടെ ഇനീക്വാളിറ്റി വരാം. ബാക്കിയൊക്കെ അവിടെ ചെയ്ത പോലെ തന്നെ ഇതും ഒരു ട്രയാങ്കിൾ ഇനീക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അതുപോലെ തന്നെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z1 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു മോഡ് Z2 Z1 ബാർ പ്ലസ് മോഡ് Z2 സ്ക്വയർ എന്ന് വരും. വീണ്ടും മോഡുലസിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് മോഡ് Z1 ബാറിനെ മോഡ് Z1 തന്നെ റീപ്ലേസ് ചെയ്ത് വരുമ്പോൾ നമുക്കിത് മനസ്സിലാവും റൈറ്റ് സൈഡിൽ കിടക്കുന്നത് മോഡ് Z1 മൈനസ് മോഡ് Z2ൻ്റെ ഹോൾ സ്ക്വയർ ആണ്. സോ ടേക്കിംഗ് സ്ക്വയർ റൂട്ട്സ് ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ് ദ റിക്വയർഡ് റിസൾട്ട് ആസ് മോഡുലസ് ഓഫ് Z1 മൈനസ് Z2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് മോഡ് Z1 മൈനസ് മോഡ് Z2. കാരണം മോഡ് Z1 മൈനസ് മോഡ് Z2 സ്ക്വയർ അത് പോസിറ്റീവാണ്, പക്ഷേ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്ന സമയത്ത് നെഗറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും പോസിറ്റീവ് സ്ക്വയർ റൂട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, അതുകൊണ്ടാണത് മോഡുലസിൻ്റെ ഉള്ളിൽ ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതും ഒരു ട്രയാങ്കിൾ ഇനീക്വാളിറ്റി തന്നെയാണ് കേട്ടോ. താങ്ക് യു.